ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിളിനെ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാപദ്ധതി ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ന് ദിവസം 117. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകം അധ്യായം 26. ഈ വായനയ്ക്ക് ശേഷം നാം 56-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വായനയിൽ ദാവീദിൻ്റെ ഹൃദയത്തിലെ കരുണയും വിശ്വസ്തതയും ദൈവഭയവും മറ്റുള്ളവരോട് ദാവീദ് കാണിക്കുന്ന ക്ഷമയും നാം വായിച്ചെടുക്കുന്നു. ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 സാമുവേൽ അധ്യായം 26. ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു. അരണ്യത്തിന് മുമ്പുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചു പാർക്കുന്നത് ദാവീദല്ലേ എന്ന് ചോദിക്കാൻ സിഫുകാർ ഗബയായിൽ നിന്ന് സാവൂളിൻ്റെ അടുക്കൽ വന്നു. സിഫ് മരുഭൂമിയിൽ ദാവീദിനെ തിരയാനൊരുങ്ങി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് ഇറങ്ങി. അവനോടൊപ്പം ഇസ്രായേൽ യുവാക്കളായ 3000 പേരുമുണ്ടായിരുന്നു. അരണ്യത്തിന് മുമ്പുള്ള ഹക്കീല കുന്നിൽ വഴിയോട് ചേർന്ന് സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ മരുഭൂമിയിലാണ് താമസിച്ചിരുന്നത്. സാവൂൾ തനിക്ക് പിന്നാലെ മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് ദാവീദ് കണ്ടു. ദാവീദ് ചാരന്മാരെ അയച്ച് സാവൂൾ വന്നിട്ടുണ്ടെന്ന് ഉറപ്പായും മനസ്സിലാക്കി. ദാവീദ് എഴുന്നേറ്റ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂളും അവൻ്റെ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. സാവൂൾ യുദ്ധമറയിൽ ശയിക്കുകയായിരുന്നു. ജനം അവനു ചുറ്റും പാളയമടിച്ചിരുന്നു. ദാവീദ് ഹേത്തുകാരനായ അഹിമലേഖനോടും സെരൂയായുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബിഷായിയോടും മാറി മാറി ഇപ്രകാരം ചോദിച്ചു: സാവൂളിൻ്റെ അടുത്തേക്ക് പാളയത്തിലേക്ക് എന്നോടുകൂടെ ആരിറങ്ങി വരും? അബിഷായി പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം ഇറങ്ങാം. ദാവീദും അബിഷായിയും രാത്രിയിൽ ജനത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അതാ സാവൂൾ യുദ്ധമറയിൽ കിടന്നുറങ്ങുന്നു. അവൻ്റെ കുന്തം അവൻ്റെ തലയ്ക്കൽ കുത്തി നിർത്തപ്പെട്ട നിലയിലായിരുന്നു. അബ്നേറും ജനവും അവനു ചുറ്റും ശയിക്കുന്നുണ്ടായിരുന്നു. അബിഷായ് ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ വിട്ടു തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്ത് തറയ്ക്കട്ടെ ഒറ്റത്തവണ. അവൻ്റെ കാര്യത്തിൽ എനിക്ക് ആവർത്തിക്കേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കാരണം ആരാണ് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈ ഉയർത്തിയിട്ട് നിർദോഷനാകുന്നത്? ദാവീദ് പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണേ, അവനെ വധിക്കുന്നത് കർത്താവായിരിക്കും. ഒന്നുകിൽ അവൻ്റെ ദിവസം വരുമ്പോൾ അവൻ മരിക്കും, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ അവൻ ഇറങ്ങിച്ചെല്ലുകയും നാശമടയുകയും ചെയ്യും. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ എൻ്റെ കൈ നീട്ടുന്നതിന് കർത്താവിന് ഇടവരുത്താതിരിക്കട്ടെ. ഇപ്പോൾ അവൻ്റെ തലയ്ക്കിലുള്ള കുന്തവും നീർക്കുടവും നീ എടുക്കുക, എന്നിട്ട് നമുക്ക് പോകാം. ദാവീദ് സാവൂളിൻ്റെ തലയ്ക്കിൽ നിന്ന് കുന്തവും നീർക്കുടവും എടുത്തു. അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞില്ല, ഉണർന്നതുമില്ല. എന്തെന്നാൽ കർത്താവിൽ നിന്നുള്ള ഗാഠനിദ്ര അവരുടെ മേൽ നിവധിച്ചിരുന്നതിനാൽ എല്ലാവരും ഉറക്കമായിരുന്നു. ദാവീദ് അപ്പുറം കടന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു. അവരിരുവർക്കുമിടയിൽ ഏറെ ദൂരമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും നേറിൻ്റെ മകനായ അബ്നേറിനോടുമായി ഇപ്രകാരം വിളിച്ചു ചോദിച്ചു: അബ്നേർ, നീ പ്രത്യുത്തരിക്കില്ലേ? അബ്നേർ മറുപടിയായി പറഞ്ഞു, രാജാവിനോട് വിളിച്ചു കൂകുന്ന നീ ആരാണ്? ദാവീദ് അബ്നേറിനോട് ചോദിച്ചു, നീ ഒരാണല്ലേ? ഇസ്രായേലിൽ നിന്നെപ്പോലെ ആരുണ്ട്? എന്തുകൊണ്ട് നീ നിന്റെ യജമാനനായ രാജാവിനെ കാത്തില്ല? നിന്റെ യജമാനനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ വന്നിരുന്നല്ലോ. നീ ചെയ്ത ഇക്കാര്യം ഒട്ടും നന്നല്ല. ജീവിക്കുന്ന കർത്താവാണേ, നിങ്ങളുടെ യജമാനനുമേൽ, കർത്താവിൻ്റെ അഭിഷിക്തനുമേൽ സംരക്ഷണമേകാത്ത നിങ്ങൾ തീർച്ചയായും മരണാർഹരാണ്. രാജാവിൻ്റെ തലയ്ക്കലിരുന്ന കുന്തവും നീർക്കുടവും ഇപ്പോൾ എവിടെയെന്ന് നോക്കൂ. സാവൂൾ ദാവീദിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? എൻ്റെ യജമാനനായ രാജാവേ, എൻ്റെ സ്വരം തന്നെ എന്ന് പറഞ്ഞിട്ട് ദാവീദ് ചോദിച്ചു, എന്തിനാണ് എൻ്റെ യജമാനൻ തൻ്റെ ദാസൻ്റെ പിന്നാലെ ഇങ്ങനെ അലയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്?
എൻ്റെ പക്ഷത്ത് എന്ത് തിന്മയാണുള്ളത്? ഇപ്പോൾ എൻ്റെ യജമാനനായ രാജാവ് തൻ്റെ ദാസൻ്റെ വാക്കുകൾ സദയം ശ്രവിക്കണം. കർത്താവാണ് നിന്നെ എനിക്കെതിരെ ഇളക്കിവിട്ടതെങ്കിൽ അവിടുന്നൊരു കാഴ്ച സ്വീകരിക്കട്ടെ. മനുഷ്യ മക്കളാണെങ്കിൽ അവർ കർത്താവിൻ്റെ മുമ്പാകെ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തെന്നാൽ നീ പോയി മറ്റ് ദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് അവർ ഇന്നെന്നെ കർത്താവിൻ്റെ അവകാശത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് ആട്ടിയകറ്റിയിരിക്കുന്നു. ആകയാൽ എൻ്റെ രക്തം കർത്തൃസന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ. മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് ഒരു കീടത്തെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സാവൂൾ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തുപോയി. എൻ്റെ മകനെ ദാവീദേ, തിരിച്ചു വരിക. എൻ്റെ ജീവൻ ഇന്ന് നിന്റെ കണ്ണുകളിൽ വിലപ്പെട്ടതായല്ലോ. പകരമായി തീർച്ചയായും ഞാൻ ഇനി നിനക്ക് ദ്രോഹം ചെയ്യുകയില്ല. ഞാനിതാ വിഡ്ഢിത്തം കാണിച്ചു, ഞാൻ വളരെയേറെ പിഴച്ചുപോയി. ദാവീദ് മറുപടിയായി പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം. ഭൃത്യന്മാരിൽ ഒരുവൻ കടന്നുവന്ന് ഇത് സ്വീകരിച്ചു കൊള്ളട്ടെ. ഒരുവൻ്റെ നീതിയും വിശ്വസ്തതയും തന്നെയാണ് കർത്താവ് അവന് തിരികെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ തന്നിട്ടും കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈനീട്ടാൻ ഞാൻ മുതിരാതിരുന്നത്. ഇതാ ഇന്ന് എൻ്റെ കണ്ണുകളിൽ നിന്റെ ജീവൻ അമൂല്യമായിരുന്നതുപോലെ കർത്തൃനയനങ്ങളിൽ എൻ്റെ ജീവനും അമൂല്യമായിരിക്കട്ടെ. സകല കഷ്ടതയിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിക്കട്ടെ. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ മകൻ ദാവീദേ, നീ അനുഗ്രഹീതൻ. നീ എന്തു ചെയ്താലും നീ വിജയശ്രീലാളിതനാകും. ദാവീദ് തൻ്റെ വഴിക്ക് പോയി. സാവൂളാകട്ടെ തൻ്റെ സ്ഥലത്തേക്കും മടങ്ങി. സങ്കീർത്തനങ്ങൾ 56. അലച്ചിലും കണ്ണീരും സൂക്ഷിക്കുന്ന ദൈവം. ഗായക നേതാവിന് വിദൂരതയിലെ മിണ്ടാപ്രാവ് എന്ന മട്ടിൽ ദാവീദിൻ്റേത് മിക്താം. ഗത്തിൽ വച്ച് ഫിലിസ്ത്യർ അവനെ പിടികൂടിയപ്പോൾ, ദൈവമേ, എന്നിൽ കനിയണമേ, എന്തെന്നാൽ മർത്യൻ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവൻ പോരാളി എന്നെ പീഡിപ്പിക്കുന്നു. എനിക്കായി പതിയിരിക്കുന്നവർ ദിവസം മുഴുവൻ ആർത്തി പൂണ്ടിരിക്കുന്നു. സമുന്നതനെ അനേകർ എന്നോട് പോരാടുന്നു. ഭയപ്പെടുന്ന ദിവസം ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആരുടെ വചനം ഞാൻ സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡം എന്നോട് എന്തു ചെയ്യും? അവർ ദിവസം മുഴുവൻ എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു. അവരുടെ പദ്ധതികൾ അത്രയും എനിക്കെതിരെ തിന്മയ്ക്കായാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ ജീവൻ കാംക്ഷിച്ച് എൻ്റെ കാലടികൾ നിരീക്ഷിക്കുന്നു. ദുഷ്കൃത്യത്തോടൊപ്പം അവർക്ക് ഒരുവിധ രക്ഷപ്പെടലുമില്ലല്ലോ. ദൈവമേ, കോപത്തിൽ ജനങ്ങളെ താഴ്ത്തണമേ. എൻ്റെ അലച്ചിൽ അങ്ങയുടെ ഗ്രന്ഥത്തിൽ അങ്ങ് കുറിച്ചിട്ടുള്ളതല്ലേ. എൻ്റെ കണ്ണീർ അങ്ങയുടെ തോൽക്കുടത്തിൽ അങ്ങ് ശേഖരിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിവസം എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. അങ്ങനെ ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ, അതെ, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ദൈവമേ, അങ്ങേക്ക് ഞാൻ കടപ്പെട്ട നേർച്ചകൾ അങ്ങേക്കുള്ള കൃതജ്ഞതായാഗങ്ങളായി ഞാൻ നിറവേറ്റും. എന്തെന്നാൽ ഞാൻ ജീവിക്കുന്നവരുടെ പ്രകാശത്തിൽ ദൈവസന്നിധിയിൽ നടക്കേണ്ടതിന് വീഴ്ചയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കാലുകളെയല്ലേ, മരണത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെയും. നല്ല കർത്താവേ, ഈ ദിവസത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് തന്ന അനന്തമായ കരുണയാണ് ദൈവമേ ഈ വചനവായന പദ്ധതിയിൽ ഓരോ ദിവസവും കൃപയോടെ മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വർഗീയ പിതാവേ, സ്തുതിയും മഹത്വവും ആരാധനയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം വായിക്കാനും കേൾക്കാനും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുന്ന അവിടുത്തെ സ്നേഹാർദ്രമായ തിരുമൊഴികൾ കേൾക്കാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ കരുണയെന്ന മഹാപുണ്യത്തെ ഇന്നത്തെ വായനയിലൂടെ മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു. വിശ്വസ്തത ദാവീദ് കാത്തുസൂക്ഷിച്ചത് വെളിപ്പെടുത്തിയതിന് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെയും കരുണയുള്ളവരും ദൈവഭയമുള്ളവരും വിശ്വസ്തരുമാക്കി മാറ്റണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സ്വരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനവായനയിലും പ്രാർത്ഥനയിലും പങ്കുചേരുന്ന ഈ മകനെയും മകളെയും അങ്ങ് സവിശേഷമായി വ്യക്തിപരമായി സ്പർശിക്കണമേ. ഇവരുടെ കണ്ണീരങ്ങ് തുടയ്ക്കണമേ. ഇവരായിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ആഴമായ ദൈവസ്നേഹം അനുഭവിക്കാനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അങ്ങ് അയച്ചു കൊടുക്കണമേ. ഇവരുടെ കണ്ണീരങ്ങ് തുടയ്ക്കണമേ. അലച്ചിലുകളിൽ അങ്ങ് കൂട്ടായിരിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, 117 ദിവസം നോക്കുക. നിങ്ങൾ
17 ദിവസം വചനം വായിച്ച് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ യാത്രയുടെ ഏതാണ്ട് 1/3 ഭാഗം പിന്നിടാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലയളവിൽ നമ്മെ നയിച്ച ദൈവത്തിന് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്. ഇന്ന് വചനം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളുടെ സമർപ്പണത്തെ നവീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ 365 ദിവസം കൊണ്ട് ബൈബിൾ പാരായണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഈ യാത്രയിൽ നിങ്ങളിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ അല്പം പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വീണ്ടും ഇത് ആരംഭിക്കാം. ഡിസംബർ 31 നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ എവിടെ വച്ച് നിങ്ങൾക്കിത് മുടങ്ങിയോ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക. മാത്രമല്ല, ഈ വചന വായനാ പദ്ധതി ഒരു സുവിശേഷ വേലയായി കണ്ട് നിങ്ങളിതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്നത്തെ വായനയിലൂടെ മറ്റൊരു സന്ദർഭം ദാവീദിനെ വേട്ടയാടാൻ സാവൂള് തിരഞ്ഞെടുക്കുന്നതും, അങ്ങനെ ഹക്കീല കുന്നിൽ ദാവീദിനെ അന്വേഷിച്ച് പോകുന്ന സാവൂള് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദാവീദ് സാവൂളിൻ്റെ അടുത്തെത്തി സാവൂളിൻ്റെ കുന്തവും നീർക്കുടവും കൈക്കലാക്കി തൊട്ടപ്പുറത്തുള്ള മലമുകളിലേക്ക് മാറി നിന്ന് സാവൂളിനെ വിളിച്ചുണർത്തി ഇത്തവണയും താൻ സാവൂളിനെ കൊല്ലാതെ വെറുതെ വിട്ടു എന്ന് സാവൂളിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും ദാവീദ് സാവൂളിനെ കൊല്ലാതെ വിട്ടപ്പോഴെല്ലാം ഒരു വ്യാജമായ പശ്ചാത്താപം സാവൂൾ പ്രകടിപ്പിച്ചിരുന്നു. ആത്മാർത്ഥതയില്ലാത്ത അനുതാപത്തിൻ്റെ ലക്ഷണങ്ങൾ സാവൂളിൽ പലതവണ നമ്മൾ കണ്ടതാണ്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില വേദനകൾ വരുമ്പോൾ, ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, ചില അപ്രതീക്ഷിത സംഭവങ്ങളുടെ ചുഴികളിലേക്ക് നമ്മൾ പതിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത ഒരു അനുതാപം നമ്മൾ പ്രകടിപ്പിച്ചു എന്ന് വരാം. അപ്പോൾ നാം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്നു, ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ, ഉണ്ടായിരുന്ന പ്രയാസങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ, പ്രതിസന്ധികൾക്ക് മാറ്റം വന്നു കഴിയുമ്പോൾ പശ്ചാത്താപത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെടുകയും വീണ്ടും അതേ പാപത്തിലേക്ക് വീണുപോവുകയും ചെയ്യുക നമ്മുടെ മുറിവേറ്റ ബലഹീനമായ മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകതയാണ്. ഇതുതന്നെയാണ് സാവൂളിലും നമ്മൾ കാണുന്നത്. ആത്മാർത്ഥതയില്ലാത്ത അനുതാപം, ഹൃദയത്തിൽ നിന്ന് വരാത്ത അനുതാപം, സാഹചര്യങ്ങളിൽ ആ പ്രത്യേക സാഹചര്യത്തെ നേരിടാൻ വേണ്ടി മാത്രം പ്രകടിപ്പിച്ച ഒരു അനുതാപം സാവൂളിനെ ഒരിടത്തും കൊണ്ടുചെന്ന് എത്തിക്കുന്നില്ല എന്നതാണ് ഈ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കതൊരു ഓർമ്മപ്പെടുത്തലാണ്. എങ്കിലും ദാവീദിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ താൻ കൈ ഉയർത്താൻ പാടില്ല എന്ന സ്ഥിര അവബോധം, നിരന്തര അവബോധം ദാവീദിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പല സന്ദർഭങ്ങളിലും സാവൂളിനെ മുഖാഭിമുഖം നേരിട്ട് കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം അത് ഉപയോഗിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് പല മാനങ്ങൾ ഉത്തരമായി നൽകാൻ കഴിയും. ഒന്നാമത്തേത്, ദൈവഭയമുള്ള ഒരാളായിരുന്നു ദാവീദ്. ഇത് കർത്താവിൻ്റെ അഭിഷിക്തനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. സാവൂളിൻ്റെ സ്വഭാവത്തെക്കാളധികം അദ്ദേഹം ശ്രദ്ധിച്ചത് സാവൂളിൻ്റെ മേൽ ദൈവം പകർത്തിയ ഒരു അഭിഷേകത്തെയാണ്. ദൈവിക സംവിധാനങ്ങളെ മാനിക്കുന്നത് ഒരു പുണ്യമാണ്. ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളിൽ നമ്മെ നയിക്കുന്നത് ചിലപ്പോൾ പുണ്യപൂർണതയില്ലാത്ത വ്യക്തികളാണെങ്കിലും മാനുഷിക ബലഹീനതകൾ ദൈവം സ്ഥാപിച്ച അധികാര സ്ഥാനങ്ങളിൽ കണ്ടെത്തിയാലും ആ ദൈവിക സംവിധാനങ്ങളെ വ്യക്തികളുടെ പ്രത്യേകതകൾ നോക്കാതെ ബഹുമാനിക്കുന്നത് ഒരു ദൈവിക പുണ്യമാണ്. അത് ദൈവം വിലമതിക്കുന്ന ഒരു പുണ്യമാണെന്ന് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നാം വായിച്ചെടുക്കുന്നു. നമ്മെ നയിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കോ സഭാ സംവിധാനങ്ങൾക്കോ കുറവുകളുണ്ട് എന്ന് കരുതി ആ സംവിധാനത്തെ ധിക്കരിക്കുന്നത് ഒരു ശരിയായ ആത്മീയ പ്രവണതയല്ല എന്ന ഓർമ്മപ്പെടുത്തൽ ദാവീദിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് സാവൂളിനെ അദ്ദേഹം കൊല്ലാതെ വിടുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന് എപ്പോഴും ഒരു മാനുഷിക ദയ, ഒരു കരുണ തൻ്റെ സ്വഭാവത്തിലുടനീളം ദാവീദ് കാത്തു സൂക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും മനുഷ്യൻ തൻ്റെ കരുണയെ അപേക്ഷിക്കുന്നതായി കണ്ടാൽ, എവിടെയെങ്കിലും മനുഷ്യനെ ഒരു ദയനീയ സ്ഥിതിയിൽ കണ്ടെത്തിയാൽ ഹൃദയം അലിയുന്ന ഒരു സ്വഭാവം ദാവീദിന് ഉണ്ട്. വിശ്വസ്തനായിരുന്നു അദ്ദേഹം. തന്നെ ദൈവം ഏൽപ്പിച്ച പദ്ധതികൾക്കായി ദൈവം ഒരുക്കുന്ന സമയത്തിനു വേണ്ടി കാത്തിരുന്ന വിശ്വസ്തതയുള്ള ഒരു മനുഷ്യൻ. ഇത്തരം പുണ്യങ്ങളാണ് സത്യത്തിൽ ദാവീദിനെ ദൈവഹൃദയത്തിന് പ്രിയപ്പെട്ടവനാകാൻ സഹായിച്ചത്. തൻ്റെ അരക്ഷിതാവസ്ഥകളെ മുഴുവൻ നേരിടാനായി അദ്ദേഹം കണ്ടെത്തിയ അഭയം പ്രാർത്ഥന മാത്രമാണ്. അതാണ് 56-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത്. അലയുകയാണ് ഈ മനുഷ്യൻ. നിങ്ങൾ നോക്കുക,
നാടും വീടുമില്ലാതെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് മൊവാബ് രാജാവിനെ ഏൽപ്പിച്ച് സമാധാനമായിട്ടൊന്നോ കിടന്നുറങ്ങാനാവാത്ത അവസ്ഥയിൽ അലയുന്ന ഒരു മനുഷ്യൻ. അപ്പോഴും നിങ്ങൾ ഓർക്കണം, അയാൾ രാജകീയ അഭിഷേകം പ്രവാചകനാൽ തലയിൽ വീഴ്ത്തപ്പെട്ട ആളാണ്. അയാൾ രാജാവാണ്. പക്ഷെ അങ്ങനെ അലയാൻ വിധിക്കപ്പെട്ടവനായി മരുഭൂമിയുടെ ഒളിവിടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ആകെ അഭയം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിൽ മാത്രമാണ്. 56-ാം സങ്കീർത്തനം അതിൻ്റെ വ്യക്തമായ ഒരു സാക്ഷ്യമാണ്. പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിലവിളി അതിനകത്തുണ്ട്. മനുഷ്യൻ ചവിട്ടിമെതിക്കുന്നതിനെക്കുറിച്ചുള്ള വിലാപം അതിനകത്തുണ്ട്. പതിയിരിക്കുന്നവരെക്കുറിച്ചും തൻ്റെ ജീവൻ കൊത്തിയെടുക്കാൻ ആർത്തി പൂണ്ടിരിക്കുന്നവരെക്കുറിച്ചും തനിക്കെതിരെ പോരാടുന്നവരെക്കുറിച്ചുമുള്ള പരിദേവനങ്ങൾ ആ പ്രാർത്ഥനയിലുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഭയമുണ്ടാകുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ഭയപ്പെടുമ്പോൾ, ഭയപ്പെടുന്ന ദിവസം ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ വീണ്ടും നമ്മളത് കാണും. ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ, ദിവസം മുഴുവൻ എനിക്കെതിരെ പദ്ധതി ഒരുക്കുന്നവർ, കൂട്ടം കൂടി എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവർ, ഇവരുടെ എല്ലാം നടുവിൽ എന്താണ് ദാവീദിന് അഭയം കൊടുക്കുന്നത്, അല്ലെ ദാവീദിനെ ഭയമില്ലാത്തവനാക്കി മാറ്റുന്നത്? അത് ഈ 56-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. എൻ്റെ അലച്ചിലുകൾ അങ്ങയുടെ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങ് അറിയാതെയല്ല എൻ്റെ അലച്ചിലുകൾ, എല്ലാം അങ്ങേക്കറിയാം. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് തോൽക്കുടത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണീരും എൻ്റെ അലച്ചിലും ദൈവം അറിയുന്നു. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നതായിരുന്നു ദാവീദിൻ്റെ ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ സമ്പൂർണമായി ദൈവത്തിൽ ഭരമേൽപ്പിച്ച് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ദാവീദിൻ്റെ ജീവിതം ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനവായന നിങ്ങൾ പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോം, അത് സ്പോട്ടിഫൈയിലാണെങ്കിലും ആപ്പിൾ പോഡ്കാസ്റ്റിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും BIY ഇന്ത്യ വെബ്സൈറ്റിലാണെങ്കിലും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വചനവായനയിൽ പങ്കെടുക്കാനും ഓരോ ഘട്ടവും പിന്നിട്ട് കൂടുതൽ വചനജ്ഞാനത്തിൽ മുന്നോട്ട് പോകാൻ അവ നിങ്ങളെ സഹായിക്കും. ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുന്നത് ഓരോ വചന കാലഘട്ടം, ഓരോ ടൈം പീരീഡ് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ രാജകീയ ജനത എന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ 12 ബൈബിൾ കാലഘട്ടങ്ങളെക്കുറിച്ചോ വേണ്ടത്ര ജ്ഞാനം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വചനവായന പദ്ധതിയുടെ ആരംഭത്തിലുള്ള വീഡിയോകൾ കാണണമെന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഏത് ടൈം പീരീഡിലാണ് എന്ന് മറന്നുപോകാൻ പാടില്ല. ആ പശ്ചാത്തലത്തിൽ നമ്മുടെ വചനവായന മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തതയോടെ വചനം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കൂട്ടുകാരോട്, പരിചയക്കാരോട്, സുഹൃത്തുക്കളോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്തുക. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. പീസ്.